കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ ബീൽറാം നിവാസികൾ 4 മാസക്കാലമായി ബീൽറാം മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. വന്യമൃഗശല്യത്താൽ ജീവിതം വഴിമുട്ടി ചിന്നക്കനാൽ ബീൽറാം നിവാസികൾ ഭയാശങ്കയോടെയാണ് ഓരോ ദിവസവും കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ബീൽറാമിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അരിക്കൊമ്പനെ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും നീക്കം ചെയ്തിട്ട് 9 മാസം പിന്നിടുമ്പോഴും ചിന്നക്കനാൽ ബീൽറാം നിവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല. കഴിഞ്ഞ 4 മാസക്കാലമായി ബീൽറാം പ്രദേശത്തെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിവിളകളാണ് നശിപ്പിച്ചത്. കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാർഷിക ജോലികൾ ചെയ്യുവാനോ വിളവെടുക്കുവാനോ സാധിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു. അത് 3 ദിവസമായിട്ട് കുഞ്ഞും തല്ലയും ഇവിടെ ബീൽറാമിൽ ടെൻ്റ് അടിച്ചിരിക്കുക. ചക്കക്കൊമ്പനാണെങ്കിൽ ഇന്നലെയും കൂടെ സിറ്റി കൂടെ നടപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിത്തത്തിന് പോകാൻ പറ്റുന്നില്ല. ഭയങ്കര ശല്യം. പണിയുന്ന തന്നെ ഭയങ്കര പേടിയായിട്ടാണ് പണിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ 2 പേരെ ചക്കക്കൊമ്പൻ കൊന്നിട്ടുണ്ട്. 2 പേരെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി ആനയെ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അരിക്കൊമ്പനെ നീക്കം ചെയ്യുന്നത് കണ്ട് ഭയന്ന കാട്ടാനക്കൂട്ടങ്ങൾ ബീൽറാമിലെ കൃഷിയിടത്തിൽ നിന്നും ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് തിരികെ പോകുവാൻ മടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഇവർ സ്ഥിരമായിട്ടിപ്പോൾ ഈ മേഖലയിൽ നിന്ന് പോകുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു സംശയമുള്ളത് ഈ സിംഗണ്ടത്ത് വെച്ചാണ് മറ്റേ അരിക്കൊമ്പനെ പിടിച്ചത്. അത് പിടിക്കുന്നത് അവർ കുറേ ആനകൾ കണ്ടതാണ്. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ ഇവർ വന്ന് ഇവിടുന്ന് ഓടിക്കുമ്പോൾ അത് അപ്പുറേ ചെന്നിട്ട് അതിലൂടെ വട്ടം കറങ്ങി തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. സിംഗണ്ടം മേഖലയിലേക്ക് ആനകൾ ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ച് മനുഷ്യജീവനുകൾ അപഹരിക്കുമ്പോൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകുമെന്നാണ് ബീൽറാം നിവാസികൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.